വാർത്തകളിലേക്ക്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാരിന് മുന്നറിയിപ്പുമായി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. രാഷ്ട്രീയത്തിന് വേണ്ടി ആചാരത്തെ തൊട്ടുകളിച്ചാൽ പ്രതികരണമുണ്ടാകും. 10 വർഷത്തെ ദുർഭരണത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണോ നാളത്തെ നാടകമെന്നറിയാൻ കാത്തിരിക്കുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു. ഞങ്ങളുടെ നിലപാട് ആദ്യം മുതൽ പറയാം. 18 എത്ര പേര് ജയിലിൽ പോയതല്ലേ. നമ്മളെ കെ സുരേന്ദ്രൻ, നമ്മളെ മുൻ പ്രസിഡന്റ് ജയിലിൽ കിടന്നതല്ലേ. എത്രയോ പ്രവർത്തകരുടെ എഗെയിൻസ്റ്റ് കേസ് ഇന്നും ഇല്ലേ. ഞങ്ങളെ ഇതിനെക്കുറിച്ച് അഭിപ്രായം ഭയങ്കര ക്ലിയറാണ്. നിങ്ങളുടെ രാഷ്ട്രീയത്തിന് വേണ്ടി സംസ്കാരം തുടരുത്. തൊട്ടാൽ ഞങ്ങൾ അതിനെക്കുറിച്ച് ഞങ്ങൾക്കൊരു റിയാക്ഷൻ ഉണ്ടാവും. കൂടുതൽ വിവരങ്ങളുമായി ദുബായിൽ നിന്നും ഷിൻ സെബാസ്റ്റ്യൻ ചേരുന്നുണ്ട്. ഷിൻസ, വളരെയധികം നിർണായകമായ ഒരു നിലപാട് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്? വിഷ്ണു, ശബരിമലയിലെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി നാളെ പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം ശക്തമായ പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ ബി.ജെ.പിയുടെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കി ചെയ്തിരിക്കുകയാണ്. ആചാരങ്ങളെ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുന്നതിനെതിരെ ശക്തമായ മുന്നറിയിപ്പ് അദ്ദേഹം നൽകിയിട്ടുണ്ട്. വികസന കാര്യങ്ങൾ സംവാദത്തിന് ബി.ജെ.പി. തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം 10 വർഷത്തെ ദുർഭരണത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ശബരിമലയിലെ യുവതി പ്രവേശന വിഷയത്തിൽ ബി.ജെ.പിയുടെ നിലപാട് വ്യക്തമാണ്. ആചാരങ്ങളെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി തൊട്ടുനിൽക്കാൻ സർക്കാർ മുതിരരുതെന്നും അദ്ദേഹം പറഞ്ഞു. അത്തരം നീക്കങ്ങളുണ്ടായ ശക്തമായ പ്രതികരണം നേരിടേണ്ടി വരും. കഴിഞ്ഞ 10 വർഷമായിട്ട് സംസ്ഥാന സർക്കാർ നടത്തുന്ന ദുർഭരണം ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ നടത്തുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുകയാണ്. ദുബായിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും കേന്ദ്രം ചെയ്യണമെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ ഒരു സംസ്ഥാന സർക്കാർ എന്നും അദ്ദേഹം ചോദിച്ചു. ആർട്ടിക്കിൾ 25 പ്രകാരം ദേവസ്വം ബോർഡ് വരുന്നത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലാണ്. വിശ്വാസപരമായ കാര്യങ്ങളിൽ കേന്ദ്രം ഇടപെടാറില്ല. ഇക്കാര്യങ്ങൾ ശബരിമല യുവതി പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ഇക്കാര്യത്തിൽ വെറുതെ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന ഒരു നിലപാടും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു. അതേസമയം ബി.ജെ.പിയുടെ നിലപാട് സ്പഷ്ടവും ശക്തവുമാണ്. അത് ശക്തമായി എതിർക്കുകയാണ് ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെയും അത് പ്രവേശനത്തെയും ബി.ജെ.പി. എതിർക്കുകയാണെന്ന് രാജീവ് ചന്ദ്രശേഖർ ദുബായിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. അത് തന്നെയാണ്, നിർണായകമായ നിലപാട് തന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. ഷിൻസാണ് വിവരങ്ങൾ നൽകിയത്.